സന്ദീപ് മറുപടി പറയട്ടെ. സന്ദീപ് മറുപടി പറയാം. സന്ദീപ്, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അഫിഡവിറ്റ് അല്ല, ഇവിടെ നോക്കൂ, പിന്നെ CPM ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ CPM-ന്റെ പ്രതിനിധിയുടെയും വലത് നിരീക്ഷകനായിട്ടുള്ള RSS പ്രവർത്തനായിട്ടുള്ള അനുരാജിന്റെയും ഒരേ ശബ്ദമാണ്. നാടോടിക്കാറ്റ് പട്ടണപ്രവേശത്തിൽ പറയുന്ന പോലെയാണ്. രണ്ടുപേരും ശബ്ദം കേട്ടാൽ ഒരേപോലെ ഇരിക്കുന്നു. രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണ്. രണ്ടു കൂട്ടരും പറയുന്നു ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണെന്ന് അവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 10 വർഷക്കാലമായിട്ട് ഇവരല്ലേ ഭരിക്കുന്നത്? കേരളത്തിലും കേന്ദ്രത്തിലും ഈ രണ്ടു കൂട്ടരാണല്ലോ ഭരിക്കുന്നത്. ഞാൻ ശ്രീ അനുരാജിനോട് ചോദിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ പറയുന്നത് പോലെ വലിയ ഭീകരവാദ സംഘടനയായിരുന്നെങ്കിൽ എന്തിനാണ് 2023 RSS നേതാക്കളുമായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും നിങ്ങൾ കൂട്ടിക്കാഴ്ച നടത്തിയത്? നിങ്ങൾ ചർച്ച നടത്തിയിരുന്നല്ലോ. RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടന്നിട്ടുണ്ടല്ലോ പല തവണ. അപ്പൊ ഇത്രയും വലിയ ഭീകരവാദ സംഘടനയും ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന് ഐഡിയോളജിക്കൽ ബേസ് കൊടുക്കുന്ന സംഘടനയുമാണ് നിങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ആരോപിച്ച പോലെയാണെങ്കിൽ RSS എന്തിനാണ് അവരുമായിട്ട് ചർച്ച നടത്തിയത്? എന്തേ 10 വർഷക്കാലം മോദി ഭരിച്ചല്ലോ, 11 വർഷമായല്ലോ ഭരിക്കുന്നു. ഈ നിമിഷം വരെ നിങ്ങളുടെ IBO, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഏജൻസിയോ ഈ പറയുന്ന സംഘടനയ്ക്കെതിരെ എന്തേ നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചില്ല? എന്തൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്? നിങ്ങൾ പറയണം. ഇതേ മറുപടി CPM-ന്റെ സർക്കാരും പറയണം. 10 വർഷമായിട്ട് പിണറായി ഭരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എത്ര റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്? നിങ്ങൾ എത്ര മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൊടുത്തിട്ടുണ്ട്? അപ്പൊ നിങ്ങൾ രണ്ടു കൂട്ടരും 10 വർഷക്കാലത്തിലധികമായി ഈ സംസ്ഥാനത്തിന്റെ രാജ്യത്തും ഭരണത്തിലിരുന്നിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്ത് ഭീകരതയാണ് പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ കണ്ടെത്തേണ്ടത്? അപ്പൊ ഞങ്ങൾ നോക്കൂ, ഇവിടെ വെൽഫെയർ പാർട്ടിയുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയ സമയത്ത്, ഒരു പല പ്രാദേശികമായിട്ട് ചില നീക്കുപോക്കുണ്ടാക്കിയ സമയത്ത് അതെന്തോ വലിയ പാതകമാണ് രീതിയിൽ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ തുറന്ന് എഡിറ്റോറിയൽ വരെ എഴുതിയിട്ട്, അരുൺകുമാർ വായിച്ച എഡിറ്റോറിയൽ ഉണ്ടല്ലോ, അതിൽ പോലും ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെ അല്ല അവരുടെ ഞാനൊന്ന് പറയട്ടെ, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അരുൺകുമാർ. ഞാൻ ഇന്ന് പൂർത്തിയായിക്കോട്ടെ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. എന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ഈ ചർച്ചയുടെ വിഷയത്തിൽ ഒന്നുങ്ങി നിൽക്ക്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോന്നോ? ഞാൻ അന്ന് സെയിം വിഷയമൊന്നും അല്ല എൻ്റെ അരുൺകുമാർ. ഞാൻ പറഞ്ഞോട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെയുള്ള സംഘടനയാണെന്ന് നിങ്ങൾ എഡിറ്റോറിയൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ പിന്തുണ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ ആ എഡിറ്റോറിയൽ ഏറ്റവും അവസാനത്തെ ലൈനൊന്ന് വായിച്ചു നോക്കിയാൽ മതി. കൃത്യമാണ് CPM നിലപാട്. എന്താണ് ഈ മേൽ വിവരിച്ച 2 തീരുമാനങ്ങൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ക്രൈസ്തവ സംഘടനയുടെയും തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യാപ്തവുമാക്കി തീർക്കുന്നതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മതനിരപേക്ഷതയ്ക്കുള്ള അംഗീകാരമാണെന്നാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ന്യായീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? നിങ്ങൾക്കുണ്ടായിരുന്ന ബന്ധം, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുണ്ടായിരുന്ന അടുത്ത ബന്ധം ഈ നിമിഷം പോലും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് വീക്ഷണം എഡിറ്റോറിയൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് നിങ്ങൾ എഡിറ്റോറിയൽ എഴുതിയില്ലേ? എഡിറ്റോറിയൽ അവസാനത്തെ വരിയാണ് കല്ലെറിയട്ടെ എന്ന് എഡിറ്റോറിയൽ എഴുതിയോ കഴിഞ്ഞ ആഴ്ച? എഡിറ്റോറിയലിനെ തള്ളി പറയുന്ന ഞാൻ വായിച്ചത് ദേശാഭിമാനി നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾ പിൻവലിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ സ്മൃതി പറയട്ടെ. അഫിഡവിറ്റിൽ നിന്ന് സത്യവാങ് അല്ല, ഞാൻ വായിച്ചത് ശരിയല്ലേ സ്മൃതി? ഞാൻ വായിച്ചത് ശരിയാണോ തെറ്റാണോ? 2014 അഫിഡവിറ്റിൽ നിന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് പുറകിൽ പോയി? വീണ്ടും ചോദിച്ചല്ലോ. അതെ, ശരി. അഫിഡവിറ്റുമായി ബന്ധപ്പെട്ടാണ് അരുൺകുമാറിന്റെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് അങ്ങിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ല, അത് കഴിഞ്ഞ് ഭാരതപ്പുഴയിലൂടെ എത്രയോ വെള്ളം ഒലിച്ചു പോയി. 10 കൊല്ലമായിട്ട് ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ അങ്ങനെയോ അഫിഡവിറ്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ നിങ്ങൾ 10 വർഷമായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങൾ പറയുന്നത് പോലെ അങ്ങ് നേരത്തെ പറഞ്ഞാണെങ്കിൽ VD സതീശൻ പറഞ്ഞു ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു നിലപാടില്ല എന്നാണല്ലോ. അപ്പൊ പിന്നെ ആ പ്രശ്നം തീർന്നില്ല, ആ ചോദ്യം തീർന്നില്ലേ? തീർന്നു. അപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ ഒരു സംഭവമില്ലാതെ അഫിഡവിറ്റിൽ നിന്ന് മാറ്റം വന്നതിന് ഒരു ചോദ്യമില്ല. ഇതാണ് കേരളത്തിൽ ജനങ്ങളോട് ചോദിച്ചത്. എന്താണ് ഇവിടെ വന്ന മാറ്റം? നിങ്ങൾ അവരെ എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇനി നിങ്ങൾ പറയുന്ന 14 ഏതെങ്കിലും പുസ്തകം പിണറായി വിജയൻ വായിച്ചിട്ടുണ്ടോ? IPSന്റെ പുസ്തകം പിണറായി വായിച്ചിട്ടാണോ പോയി ചർച്ച നടത്തിയത്? നിങ്ങളുടെ രാജസ്ഥാനിലെ MP-യും തമിഴ്നാട്ടിലെ MP-മാരും ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ പോയി നന്ദി പറഞ്ഞതിനാ? കമ്മിറ്റിയിലും നൽകിയ പ്രാതിനിധ്യത്തെ കുറിച്ച് അങ്ങൊന്ന് പറയൂ. ആ പ്രാതിനിധ്യം എന്തായിരുന്നു?
ഒരിക്കലില്ല. അല്ല അല്ല അപ്പൊ ഇവരുടെ നേതാക്കന്മാർ പോയി നന്ദി പറഞ്ഞല്ലേ ഈ 2024 ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് മാറ്റം വരുത്തി എന്നാണ് ഞാൻ ആഗ്രഹമില്ല. അല്ല CPM എന്ന് ചോദിക്കേണ്ടി വരും. CPM ഇതല്ലേ ചോദിക്കേണ്ടത്? ഇതുപോലെയുള്ള കാപട്യം ആയിക്കോട്ടെ അരുൺകുമാർ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ഒറ്റ മിനിറ്റ് സന്ദീപ്, അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ BJP നേതാവ് അല്ലെങ്കിൽ RSS ചായ്വുണ്ടായിരുന്ന നേതാവ് അതിൽ നിന്ന് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ആ വാചകം ഇന്നേ എടുത്തിട്ടുകൊണ്ട് അയാളുടെ പഴയ കാലത്തെ കുറിച്ച് ഒരൊറ്റ മിനിറ്റ് മാറുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും അഭികാമ്യം. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ അരുൺകുമാർ. എത്രയോ നേതാക്കളെ RSSൽ നിന്നും കണ്ണൂരിലെ എത്രയോ RSS നേതാക്കളെ CPM എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ നല്ല നേതാക്കളാകുന്നല്ലോ. നല്ല നേതാക്കളാകുന്നുണ്ടല്ലോ അരുൺകുമാർ. RSSന്റെ എത്ര പേരെയാണ് CPMലേക്ക് എത്തിച്ചിട്ട് നല്ല നേതാക്കളാക്കുന്നത്? അരുൺകുമാറിനേക്കാളും വലിയ നേതാവാണ് AK ബാലട്ടൻ. അരുൺകുമാറിനേക്കാളും വലിയ നേതാവാണ് AK ബാലട്ടൻ. ആ ബാലട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ മറുപടി പറയണ്ടേ? ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നല്ല ചെറുപ്പക്കാരനാണ്. AK ബാലട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുണേക്കാൾ എത്രയോ വലിയ നേതാവാണ്. വീണ്ടും എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്ത് 5 പേരെ ഇരുത്തി നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഇത്രയും വികസന നേട്ടങ്ങൾ പറയാനുണ്ടായിരുന്നിട്ടും വാർത്താ സമ്മേളനത്തിൽ ഭൂരിഭാഗം സമയവും ഈ വിഷയത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിനൊരു വലിയ വലിപ്പം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ വലിപ്പത്തിൽ ചർച്ച ചെയ്യും അരുൺകുമാർ. അപ്പോൾ ആ വലിപ്പത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആ വലിപ്പത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ആരൊക്കെയാണോ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അവരും ചർച്ചയ്ക്ക് പ്രതിനിധികളായി വരും. അതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ല. കുറച്ചുകൂടി മര്യാദ കാണിക്കണം. ചാനലിനെ തെരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി മര്യാദ. ഇവിടെ എത്തിയിരിക്കുന്ന അതിഥികളെ ആരെയും അപമാനിക്കാൻ അങ്ങേക്ക് യാതൊരു അവകാശവുമില്ല അഡ്വക്കേറ്റ് അരുൺകുമാർ. എല്ലാവരും മാന്യമായി അവരുടെ സമയത്തെ സംസാരിച്ചിട്ട് ഏറ്റവും കൂടുതൽ സമയം അങ്ങേക്കുമാണ് നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ നിങ്ങൾ 5 പേരും ഒരു കുപ്പിയിലെ വീഞ്ഞ് 5 പേരും ഒരേ രൂപത്തിൽ ചോദിച്ചു. അന്തസ്സായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ പറ്റുമെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. വഖഫ് ബോർഡിലും പാലോളി കമ്മിറ്റിയിലും എങ്ങനെ എത്തി എന്നുള്ളതിന് അങ്ങ് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പിന്തുണ നൽകിയ കാലത്തെക്കുറിച്ച് അങ്ങ് നിശബ്ദനായിരുന്നു. ഒരിക്കൽ എന്താ മിസ്റ്റർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ മനസ്സിൽ മുഴുവൻ ഇടതുപക്ഷ വിരുദ്ധ ജരമുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് ഈ മറുപടി മനസ്സിലാവില്ല. അങ്ങയുടെ ഏറ്റവും കടുത്ത വാചകങ്ങൾ ഉപയോഗിക്കൂ. ചോദ്യങ്ങൾ അവിടെ തന്നെ നിൽക്കും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, വളരെ നന്ദി. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.